ഒരു ഭരണാധികാരിയുടെ പെട്ടെന്നുള്ള പതനം വെറുമൊരു അധികാര മാറ്റത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് അത് അന്താരാഷ്ട്ര തലത്തിൽ പുതിയ നയതന്ത്ര പ്രതിസന്ധികൾക്കും ചർച്ചകൾക്കും വഴിതുറക്കുമെന്നതിൻ്റെ മികച്ച ഉദാഹരണമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് നാടുവിട്ട് ഇന്ത്യയിൽ അഭയം പ്രാപിച്ച മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ തങ്ങൾക്ക് വിട്ടു നൽകണമെന്ന ധാക്കയുടെ ഔദ്യോഗിക അഭ്യർത്ഥന ഇന്ത്യ അതീവ ഗൗരവത്തോടെയാണ് പരിശോധിക്കുന്നത്. ന്യൂഡൽഹിയിൽ നടന്ന പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കിയത് ഈ അഭ്യർത്ഥന പൂർണ്ണമായും നിയമപരമായ വശങ്ങളും സങ്കീർണതകളും മുൻനിർത്തി ആഴത്തിൽ പരിശോധിച്ചു വരികയാണ് എന്നാണ്. 2 പതിറ്റാണ്ടോളം ബംഗ്ലാദേശ് രാഷ്ട്രീയത്തെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയ 78-കാരിയായ ഷെയ്ഖ് ഹസീന വീണ്ടും ഒരു രാഷ്ട്രീയ തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സജീവമാകുന്നതിനിടയിലാണ് ഇന്ത്യ ഔദ്യോഗികമായി ഈ പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് കേവലം 2 അയൽരാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കുറ്റവാളി കൈമാറ്റ കേസ് മാത്രമല്ല, മറിച്ച് ദക്ഷിണേഷ്യയിലെ ഏറ്റവും സുപ്രധാനമായ ഭൗമ രാഷ്ട്രീയ സമവാക്യങ്ങളെയും പരസ്പര ബന്ധങ്ങളെയും മാറ്റിമറിക്കാൻ പോന്ന ഒരു വൻ പ്രതിസന്ധിയാണ്. 2024 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന അതിശക്തമായ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് പെട്ടെന്ന് ജീവനും കൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നത്. വർഷങ്ങളായി തുടർന്ന അവാമി ലീഗിന്റെ ഭരണം ആഴ്ചകൾ നീണ്ട തെരുവ് യുദ്ധങ്ങൾക്കൊടുവിലും ജനരോക്ഷത്തിന് മുന്നിലുമാണ് തകർന്നടിഞ്ഞത്. ഇതിനെ തുടർന്ന് പ്രശസ്ത നൊബേൽ സമ്മാന ജേതാവ് പ്രൊഫസർ മുഹമ്മദ് യൂനൂസിന്റെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക സർക്കാർ അധികാരമേറ്റു. ഈ താൽക്കാലിക ഭരണകൂടം രാജ്യത്ത് ജനാധിപത്യപരമായ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഒടുവിൽ നീണ്ട കാത്തിരിപ്പുകൾക്കൊടുവിൽ 2026 ഫെബ്രുവരിയിൽ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി. കടുത്ത രാഷ്ട്രീയ ധ്രുവീകരണത്തിന് സാക്ഷ്യം വഹിച്ച ഈ തെരഞ്ഞെടുപ്പിൽ മുൻ ഭരണകക്ഷിയായ അവാമി ലീഗിന് പൂർണ്ണമായി വിലക്കേർപ്പെടുത്തിയിരുന്നു. തുടർന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അഥവാ BNP വലിയ വിജയം നേടുകയും ഫെബ്രുവരി 17-ന് താരിഖ് റഹ്മാൻ പുതിയ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തു. ദീർഘകാലം ലണ്ടനിൽ രാഷ്ട്രീയ അഭയം തേടിയിരുന്ന താരിഖ് റഹ്മാന്റെ ഈ തിരിച്ചുവരവും അധികാരമേൽക്കലും ബംഗ്ലാദേശ് രാഷ്ട്രീയ ചരിത്രത്തിലെ വളരെ സുപ്രധാനമായ ഒരു പുതിയ അധ്യായത്തിന് തുടക്കമായിരുന്നു. ബംഗ്ലാദേശിൽ പുതിയ ജനാധിപത്യ സർക്കാർ അധികാരമേറ്റതോടെ ഇന്ത്യയുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കാൻ ഇരുപക്ഷവും സജീവമായി ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയും ധാക്കയിൽ നടന്ന താരിഖ് റഹ്മാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത് ഈ നയതന്ത്ര ചുവടുവയ്പ്പിന്റെ മികച്ച ഉദാഹരണമായിരുന്നു. തുടർന്ന് ഏപ്രിൽ മാസത്തിൽ ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാൻ ഇന്ത്യ സന്ദർശിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ചർച്ചകൾ നടത്തുകയും ചെയ്തു. എന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താനുള്ള ഇത്തരം സജീവ ശ്രമങ്ങൾക്കിടയിലും കനത്ത നിഴലായി നിൽക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ കൈമാറ്റ വിഷയം തന്നെയാണ്. കഴിഞ്ഞ നവംബറിൽ ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങൾക്കായുള്ള പ്രത്യേക ട്രൈബ്യൂണൽ 2024 പ്രക്ഷോഭകാലത്ത് നടന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും ക്രൂരമായ അടിച്ചമർത്തലുകളുടെയും പേരിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് അവരുടെ അസാന്നിധ്യത്തിൽ വധശിക്ഷ വിധിച്ചിരുന്നു. ഈ വിധിയുടെ പശ്ചാത്തലത്തിലാണ് വിചാരണ നേരിടാനും ശിക്ഷ നടപ്പാക്കാനുമായി ഹസീനയെ ഉടൻ കൈമാറണമെന്ന് ധാക്ക ഇന്ത്യയോട് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നത്. ഇതാണിപ്പോൾ ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ നിയമപരമായ കടമ്പ. തനിക്കെതിരെ കടുത്ത നിയമ നടപടികളും വധശിക്ഷയും നിലനിൽക്കുമ്പോഴും രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദികളിൽ നിന്ന് അത്ര പെട്ടെന്ന് പിന്മാറാൻ ഷെയ്ഖ് ഹസീന തയ്യാറല്ലെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അവാമി ലീഗിനെ വീണ്ടും സജീവമാക്കാനും ജനപിന്തുണ വീണ്ടെടുക്കാനുമായി ഹസീന സ്വമേധയാ ധാക്കയിലേക്ക് മടങ്ങാൻ ഗൗരവമായി തയ്യാറെടുക്കുന്നതായി അവരുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ സ്വീകരിക്കാനും വീണ്ടും ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് തുടക്കം കുറിക്കാനും പാർട്ടി പ്രവർത്തകർ പൂർണ്ണ സജ്ജരാണെന്ന് അവാമി ലീഗിന്റെ പ്രചാരണ വിഭാഗം പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അസ്ഥിരമായ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഇത് വലിയൊരു തരംഗത്തിന് കാരണമായേക്കാം എന്ന് കരുതപ്പെടുന്നു. ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും ജനങ്ങളുടെ മുന്നിലേക്ക് നേരിട്ടെത്തി രാഷ്ട്രീയ സഹതാപവും വൈകാരിക പിന്തുണയും പിടിച്ചുപറ്റാനായിരിക്കും ഹസീന ശ്രമിക്കുകയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇത്തരമൊരു സാഹചര്യം നിലവിലുള്ള പുതിയ BNP സർക്കാരിന് വലിയ ആശങ്കയും രാഷ്ട്രീയ വെല്ലുവിളിയുമാണ് ഉയർത്തുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം വല്ലാത്തൊരു നയതന്ത്ര ധർമ്മസങ്കടമാണ് സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെക്കാലമായി ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തയും കരുത്തയുമായ കൂട്ടാളിയായിരുന്നു ഷെയ്ഖ് ഹസീന. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും തീവ്രവാദത്തെ ഒതുക്കുന്നതിലും ഹസീനയുടെ സർക്കാർ ഇന്ത്യക്ക് വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. അതിനാൽ തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ അഭയം തേടിയെത്തിയ ഒരു മുൻ ഭരണാധികാരിയെ മറ്റൊരു രാജ്യത്തിന് വിട്ടുകൊടുക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ വിശ്വസ്തതയെയും പ്രതിച്ഛായയെയും ബാധിച്ചേക്കാം. എന്നാൽ അതേസമയം ബംഗ്ലാദേശിലെ പുതിയ ജനാധിപത്യ സർക്കാരുമായി നല്ലൊരു നയതന്ത്ര ബന്ധം സ്ഥാപിക്കേണ്ടത് ഇന്ത്യയുടെ പ്രാദേശിക സുരക്ഷയ്ക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും അനിവാര്യമാണ്.
ബംഗ്ലാദേശ് ചൈനയിലേക്കോ പാകിസ്ഥാനിലേക്കോ കൂടുതൽ അടുക്കാതിരിക്കാൻ ധാക്കയിലെ പുതിയ ഭരണകൂടത്തെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിലവിലുള്ള കുറ്റവാളി കൈമാറ്റ കരാറിലെ വ്യവസ്ഥകൾ വളരെ സങ്കീർണമാണ്. രാഷ്ട്രീയ പ്രേരിതമായ കേസുകളിൽ കൈമാറ്റം ഒഴിവാക്കാം എന്നൊരു പൊതുതത്വം അന്താരാഷ്ട്ര നിയമത്തിലുണ്ടെങ്കിലും മനുഷ്യാവകാശ ലംഘനം, കൂട്ടക്കൊല തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ നിയമപരമായ പ്രതിരോധം കഠിനമാവുകയാണ്. ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ ന്യൂഡൽഹി എടുക്കുന്ന തീരുമാനം അതീവ നിർണായകമായിരിക്കും. നയതന്ത്ര തലത്തിൽ ഒരു വലിയ അടിയൊഴുക്ക് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ നടക്കുന്നത്. ഒരു വശത്ത് അയൽ രാജ്യത്തെ ജനവികാരവും അവിടുത്തെ പുതിയ സർക്കാരിന്റെ ആവശ്യങ്ങളും ഇന്ത്യക്ക് മാനിക്കേണ്ടതുണ്ട്. മറുവശത്ത് കാലങ്ങളായി കൂടെയുള്ള ഒരു സഖ്യകക്ഷിയോടുള്ള രാഷ്ട്രീയ ധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യ ഈ വിഷയത്തിൽ തിടുക്കപ്പെട്ടൊരു തീരുമാനമെടുക്കാതെ നിയമപരമായ പരിശോധനകൾ എന്ന പേരിൽ സമയം നീട്ടിയെടുക്കാനാണ് തന്ത്രപരമായി ശ്രമിക്കുന്നത്. എന്തായാലും ഷേഖ് ഹസീനയുടെ അടുത്ത നീക്കങ്ങളും ഇന്ത്യയുടെ അന്തിമ നിലപാടും വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഗതി നിർണ്ണയിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. പ്രാദേശിക സുസ്ഥിരതയ്ക്കും പരസ്പര വിശ്വാസത്തിനും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഒരു സമവായത്തിനാകും വരും നാളുകളിൽ ഇരു രാജ്യങ്ങളിലെയും മികച്ച നയതന്ത്രജ്ഞർ ശ്രമിക്കുക. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.